SIR പ്രക്രിയയിലൂടെ നഷ്ടപ്പെട്ട വോട്ടവകാശം തിരികെ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ലെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആർ രാജഗോപാൽ. ഒട്ടും സുതാര്യമല്ലാത്ത നടപടിക്രമങ്ങൾക്ക് മുന്നിൽ താൻ നിസ്സഹായനാണെന്നും രാജഗോപാൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബംഗാളിൽ തന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ വിധം കടുത്ത നീതി നിഷേധത്തിന് ഇരയായിട്ടുണ്ട്. വോട്ടവകാശം നിഷേധിച്ചതിന് പിന്നാലെ പാസ്പോർട്ട് കൂടി റദ്ദാക്കിയതോടെ രാജഗോപാലിന് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. 10 വർഷമായി കൊൽക്കത്തയിലെ ബാലിഗഞ്ച് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനായ രാജഗോപാലിന്റെ പേര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായില്ല എന്നത് മാത്രമല്ല, പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് ആർ രാജഗോപാൽ പറയുന്നു. പൗരത്വത്തിനു വേണ്ടി SIR ഉപയോഗിക്കില്ലെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ പാസ്പോർട്ട് പുതുക്കാൻ വോട്ടർ പട്ടിക തിരഞ്ഞ ലോക്കൽ പോലീസ് അനുമതി നൽകിയില്ല. ഔദ്യോഗികമായിട്ട് ഇങ്ങനെ വിശദീകരണം കിട്ടിയിട്ടില്ല. കാര്യം ആദ്യത്തെ നമ്മുടെ SIR പ്രക്രിയ അനുസരിച്ച് നമ്മളെ അണ്ടർ അഡ്ജുഡിക്കേഷൻ ഉള്ള ഇതിലോട്ട് മാറ്റുന്നതിന്റെ അർത്ഥം അതാണ്. എന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് ഉള്ള പ്രോസസ്സ് തുടങ്ങി. ബയോമെട്രിക്സും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ വേണ്ടി എന്റെ ഇവിടുത്തെ ബാലിഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ ഞാൻ അവരുടെ ജൂറിസ്ഡിക്ഷൻ അവിടെ എത്തിയപ്പോൾ അവർ ഈ SIRൽ നിന്ന് പേര് വെട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊരു പുതിയ അറിവായിരുന്നു. അതായത് വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിലേ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. കടുത്ത നീതി നിഷേധമാണ് നടന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്നും രാജഗോപാൽ പറഞ്ഞു. നീതി നിഷേധം തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഗൂഢാലോചനയാണോ നമുക്ക് തെളിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ പരാതിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിന് ഇങ്ങനെ ഒരു പരാതി ഉള്ളപ്പോൾ അത് ഒരു സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ പരാതിയെ അവരതിനെ അഡ്രസ് ചെയ്യുകയും അങ്ങനെയാണോ അല്ലയോ എന്നുള്ള ആ ഒരു ഡൗട്ട് നമ്മുടെ ഇടയിൽ നിന്ന് നീക്കി തീർക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി. അവർ ചെയ്യുന്നില്ല എന്നുള്ള പരാതി എനിക്ക് ആ അർത്ഥത്തിൽ അതൊരു നീതി നിഷേധം തന്നെയാണ്. പാസ്പോർട്ട് പുതുക്കി നൽകാതെ വന്നതോടെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനും രാജഗോപാലിന് സാധിച്ചിരുന്നില്ല. ആർ രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി കിട്ടാനുള്ള തടസ്സങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് കത്തയച്ചു. മാധ്യമരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് VD സതീശൻ കത്തിൽ ആവശ്യപ്പെടുന്നത്. ടെലഗ്രാഫ് മുൻ പത്രാധിപരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത് നീതി നിഷേധമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിഭജന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ഉപകരണമായി SIR മാറിയെന്നും പിണറായി കുറ്റപ്പെടുത്തി. നിയമവാഴ്ചയ്ക്കുള്ള രാജ്യം എന്ന മേൽവിലാസം ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്ന് കോൺഗ്രസ് MP വിവേക് തൻഖ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ്, CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന നടപടിയെന്ന് തൃണമൂൽ MP സാഗരിക ഘോഷ് പ്രതികരിച്ചു. ബംഗാളിലെ കൽക്കത്തയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടെലഗ്രാഫ് പത്രാധിപരെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് രാജഗോപാൽ ഉന്നയിച്ചിരുന്നത്. പലപ്പോഴും പത്രത്തിന്റെ തലക്കെട്ടുകളിലും അത് പ്രതിഫലിച്ചു. ഇതും പ്രതികാര ബുദ്ധിയോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾക്ക് പിന്നിലുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.